സ്വാഗതം. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരാണല്ലേ? തീർച്ചയായും. ഒരാൾ എന്തിനാണ് അങ്ങനെ പെരുമാറിയത്? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത്? ഈ ചോദ്യങ്ങൾ നമ്മളൊക്കെ സ്വയം ചോദിക്കാറുണ്ടല്ലേ? ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഈ ചിന്തകളുടെ പിന്നിലെ ഒരു മനഃശാസ്ത്രം, അതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഈ പെരുമാറ്റങ്ങൾക്ക് കാരണങ്ങൾ കണ്ടെത്തുന്നത്? അതാണ് വിഷയം. നമസ്കാരം. ഇത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിയിലെ, സാമൂഹിക മനഃശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സോഷ്യൽ കോഗ്നിഷൻ, അതായത് സാമൂഹിക ബോധം എന്ന വലിയൊരു ആശയമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണിത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ സാമൂഹിക ലോകം, മറ്റുള്ളവര്, സാഹചര്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, ഓർക്കുന്നു, ചിന്തിക്കുന്നു എന്നതൊക്കെയാണ് ഈ സോഷ്യൽ കോഗ്നിഷൻ. ഓക്കേ. അതിൽ തന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾക്ക് ചിലപ്പോ നമ്മുടെ സ്വന്തം പെരുമാറ്റത്തിനു പോലും നമ്മൾ എന്ത് കാരണം കൊടുക്കുന്നു, അതാണ് ഈ കാര്യകാരണ വിശകലനം, ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയും. അപ്പോ നമ്മളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറിയ ഡിറ്റക്റ്റീവുകളാണ് അല്ലേ? ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിലെ എന്തുകൊണ്ട് എന്നിങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ. ഫ്രിറ്റ്സ് ഹൈഡർ പറഞ്ഞ പോലെ നമ്മളൊക്കെ സാധാരണ മനഃശാസ്ത്രജ്ഞരാണ്, ഒരു നെയ്വ് സൈക്കോളജിസ്റ്റ്സ്. നെയ്വ് സൈക്കോളജിസ്റ്റ്സ് കൊള്ളാം. മറ്റൊരാൾ എന്തിനങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കും. കാരണം അത് മനസ്സിലാക്കിയാലേ അയാളോടെങ്ങനെ ഇടപെടണം, ഭാവിയിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നൊക്കെയൊരു ധാരണ കിട്ടൂ. ശരിയാണ്. അപ്പോ ഈ ആട്രിബ്യൂഷൻ എന്ന വിഷയത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം. ഈ വിവരങ്ങൾ നമ്മൾ നിങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയതാണ്. തീർച്ചയായും. അപ്പോ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരാളുടെ ഒരു പ്രവൃത്തി നമ്മൾ കാണുന്നു. അപ്പോൾ അത് അയാളുടെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ടാണോ? അതായത് അയാളുടെ സ്വഭാവം കൊണ്ടാണോ? അതോ പുറമേ നിന്നുള്ള എന്തെങ്കിലും കാരണം കൊണ്ടാണോ? സാഹചര്യം കൊണ്ടാണോ? ഇത് നമ്മളെ എങ്ങനെയാ വേർതിരിക്കുന്നത്? അതാണ് ഹൈഡർ പറഞ്ഞ പ്രധാനപ്പെട്ട വേർതിരിവ്. ആന്തരിക കാരണങ്ങൾ, ഇന്റേണൽ ആട്രിബ്യൂഷൻസ്, അതായത് വ്യക്തിയുടെ സ്വഭാവം, കഴിവ്, മനോഭാവം, അയാളെടുത്ത എഫേർട്ട്, അതൊക്കെ. അല്ലെങ്കിൽ ബാഹ്യകാരണങ്ങൾ, എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻസ്, അതായത് സാഹചര്യം, മറ്റുള്ളവരുടെ സ്വാധീനം, ചിലപ്പം ഭാഗ്യം, അങ്ങനെയുള്ള പുറത്തുള്ള കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ റോഡിൽ ഒരാൾ മോശമായി ഡ്രൈവ് ചെയ്യുന്നു. അതെ. അപ്പം നമ്മൾ അയാൾ ഒരു മോശം ഡ്രൈവർ ആണ് എന്ന് ചിന്തിച്ചാൽ അത് ആന്തരിക കാരണമായി, അല്ലേ? അതെ, ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ. ഇനി ചിലപ്പോ അയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും, ഹോസ്പിറ്റൽ കേസായിരിക്കും എന്ന് ചിന്തിച്ചാലോ? അത് ബാഹ്യകാരണം, സിറ്റുവേഷണൽ ആട്രിബ്യൂഷൻ. ഓക്കെ. അപ്പോ ഈയൊരു ബേസിക് വേർതിരിവ് മനസ്സിലായി. പക്ഷേ നമ്മൾ എപ്പോഴും ഇത്ര സിമ്പിളായിട്ടാണോ ചിന്തിക്കുന്നത്? ഇതിലെ വേറെ തലങ്ങളില്ലേ? ഉണ്ട്. ബെർണാഡ് വെയ്നർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വിജയപരാജയങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെപ്പറ്റി. അദ്ദേഹം ഒരു 3 മാനങ്ങൾ, ഡയമെൻഷൻസ് പറയുന്നുണ്ട്. 3 ഡയമെൻഷൻസ് എന്തൊക്കെയാണത്? 1, ലോക്കസ് ഓഫ് കൺട്രോൾ, അതായത് കാരണം ആന്തരികമാണോ ബാഹ്യമാണോ, ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ. ശരി. 2, സ്റ്റെബിലിറ്റി, ഈ കാരണം സ്ഥിരമായിട്ടുള്ളതാണോ സ്റ്റേബിൾ, അതോ താൽക്കാലികമാണോ അൺസ്റ്റേബിൾ. 3, കൺട്രോളബിലിറ്റി, ആ വ്യക്തിക്ക് ഈ കാരണം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാണോ കൺട്രോളബിൾ, അതോ അയാളുടെ നിയന്ത്രണത്തിനപ്പുറത്താണോ അൺകൺട്രോളബിൾ. ഓക്കെ. ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഒരു ഉദാഹരണം വെച്ച് പറയാമോ? ഒരു കുട്ടി പരീക്ഷയിൽ ജയിക്കുന്നത് എടുക്കാം. തീർച്ചയായും. ആ കുട്ടി ജയിക്കാൻ കാരണം അവന് നല്ല കഴിവുണ്ട് എന്നാണെങ്കിൽ അത് ആന്തരികമാണ്, ഇന്റേണൽ. സ്ഥിരമാണ്, സ്റ്റേബിളാണ്. കഴിവ് പൊതുവെ പെട്ടെന്ന് മാറില്ലല്ലോ. ഒരുപക്ഷെ അൺകൺട്രോളബിൾ എന്നും പറയാം, കാരണം ജന്മനാ ഉള്ള കഴിവായിരിക്കാം. ഓക്കെ. ഇനി അവൻ നന്നായി പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു എന്നാണെങ്കിലോ? അത് ആന്തരികം തന്നെ, ഇന്റേണൽ. പക്ഷെ അത് അൺസ്റ്റേബിൾ ആണ്, കാരണം എല്ലാ പരീക്ഷയ്ക്കും ഒരേപോലെ പഠിക്കണമെന്നില്ല. ശരിയാണ്. അതുപോലെ അത് കൺട്രോളബിളുമാണ്, കൂടുതൽ പഠിക്കണോ വേണ്ടയോ എന്ന് അവന് തീരുമാനിക്കാം. ഇനി ചോദ്യം എളുപ്പമായിരുന്നു എന്നാണെങ്കിലോ? അത് ബാഹ്യം, എക്സ്റ്റേണൽ. അൺസ്റ്റേബിൾ ആണ്, അടുത്ത പരീക്ഷയ്ക്ക് എളുപ്പമാവില്ല. അൺകൺട്രോളബിളുമാണ്, ചോദ്യം തീരുമാനിക്കുന്നത് അവനല്ലല്ലോ. പിടികിട്ടി. അപ്പോ ഈ വേർതിരിവ് എന്തിനാണ് ഇത്ര പ്രധാനം? നമ്മളൊരു കാര്യത്തിന് എന്ത് കാരണം കൊടുക്കുന്നു എന്നത് നമ്മുടെ പിന്നീടുള്ള ചിന്തകളെയോ പ്രവൃത്തിയെയോ എങ്ങനെ ബാധിക്കും? ഒരുപാട് ബാധിക്കും. പ്രത്യേകിച്ചും ഈ പഠനത്തിന്റെ കാര്യത്തിലൊക്കെ വെയ്നറുടെ മോഡല് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റു. കാരണം എനിക്ക് ബുദ്ധിയില്ല എന്നാണെന്നവൻ വിശ്വസിച്ചാൽ
അത് ഇന്റേണൽ, സ്റ്റേബിൾ, അൺകൺട്രോളബിൾ. അതെ. അപ്പൊ എന്ത് സംഭവിക്കും? ഇനി പഠിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്ക് പറ്റില്ല എന്നൊരു ചിന്ത വരും. ഒരുപക്ഷെ ശ്രമം തന്നെ നിർത്തിയേക്കാം. ഇതിനെയാണ് പഠിച്ച നിസ്സഹായത അല്ലെങ്കിൽ ലേണഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. അയ്യോ, അത് മോശമാണല്ലോ. എന്നാൽ തോൽവിക്ക് കാരണം ഞാൻ ഇപ്രാവശ്യം ശരിക്ക് പഠിച്ചില്ല എന്നാണെങ്കിലോ? അത് ഇന്റേണൽ, അൺസ്റ്റേബിൾ, കൺട്രോളബിൾ. അതെ. അപ്പോൾ ആ കുട്ടിക്ക് പ്രതീക്ഷയുണ്ടാവും, അടുത്ത തവണ നന്നായി പഠിച്ചാൽ ജയിക്കാം. അത് കൂടുതൽ പരിശ്രമിക്കാൻ പ്രേരിപ്പിക്കും. അപ്പോ നമ്മള് കാരണങ്ങൾ ചിന്തിക്കുന്ന രീതിക്ക് നമ്മുടെ മോട്ടിവേഷനെയും കോൺഫിഡൻസിനെയും ഒക്കെ ഭയങ്കരമായി സ്വാധീനിക്കാൻ പറ്റും. തീർച്ചയായും. പക്ഷേ നമ്മൾ എപ്പോഴും ഇത്ര ലോജിക്കലായിട്ടാണോ ഈ കാരണങ്ങളൊക്കെ കണ്ടെത്തുന്നത്? അതോ നമ്മുടെ ചിന്തയിൽ ചില എളുപ്പ വഴികളും ചിലപ്പോൾ തെറ്റുകളുമൊക്കെ പറ്റാറുണ്ടോ? ചെറിയ ചിരി, അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. നമ്മൾ വിചാരിക്കുന്നത്ര റാഷണലൊന്നുമല്ല നമ്മൾ പലപ്പോഴും. ഒരുപാട് ബയസുകളും എററുകളും നമ്മുടെ ഈ ആട്രിബ്യൂഷൻ പ്രോസസ്സിൽ സംഭവിക്കാറുണ്ട്. അതിൽ ഏറ്റവും സാധാരണയായിട്ട് തോന്നുന്ന ഒരു കാര്യം, മറ്റൊരാളുടെ പ്രവൃത്തി കാണുമ്പോൾ പെട്ടെന്ന് അത് അയാളുടെ സ്വഭാവത്തിന്റെ കുഴപ്പമാണെന്ന് നമ്മൾ പറയും. പക്ഷെ അതേ കാര്യം നമ്മൾ ചെയ്യുമ്പോഴോ നമ്മൾ പറയും, അയ്യോ സാഹചര്യം അങ്ങനെയായിരുന്നു. അതെ അതെ, ഇത് ക്ലാസിക്കാണ്. ഇതിനെയാണ് അടിസ്ഥാനപരമായ ആരോപണ പിശക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ FAE എന്ന് പറയുന്നത്. FAE. ചിലപ്പോൾ ഇതിനെ ആക്ടർ ഒബ്സർവർ ബയാസ് എന്നും പറയാറുണ്ട്. അതായത് മറ്റൊരാള് ആക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ വ്യക്തിത്വത്തിന്, ഡിസ്പൊസിഷന് പ്രാധാന്യം കൊടുക്കും. നമ്മൾ ഒബ്സർവറായി സ്വന്തം പ്രവൃത്തി കാണുമ്പോൾ ചെയ്യുമ്പോൾ സാഹചര്യത്തിന് പ്രാധാന്യം കൊടുക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരു കാരണം നമ്മുടെ ശ്രദ്ധ എവിടെയാണ് എന്നതിലുള്ള വ്യത്യാസമാണ്. നമ്മൾ മറ്റൊരാളെ നോക്കുമ്പോൾ ആ വ്യക്തിയാണ് നമ്മുടെ ഫോക്കസ്. അയാളുടെ പ്രവൃത്തി ശ്രദ്ധിക്കും. ശരി. എന്നാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ പുറത്തുള്ള സാഹചര്യങ്ങളിലായിരിക്കും, നമ്മുടെ ചുറ്റുപാടിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ സാഹചര്യത്തിന് കൂടുതൽ വെയിറ്റ് കൊടുക്കും. ഹോ, ഇത് നമ്മൾ എത്ര പെട്ടെന്നാണ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതും നമുക്ക് വേണ്ടി എപ്പോഴും എക്സ്ക്യൂസ് കണ്ടെത്തുമെന്നും കാണിക്കുന്നുണ്ടല്ലേ? ഒരു പരിധിവരെ അതെ. ഇത് നമ്മുടെ സോഷ്യൽ പെർസെപ്ഷനെ, അതായത് മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ശരിക്കും ബാധിക്കാം. ഒരാളുടെ ഒറ്റപ്പെട്ട ഒരു മോശം പ്രവൃത്തി കണ്ടാൽ അയാൾ അങ്ങനത്തെ ആളാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചേക്കാം. ശരിയാണ്. ഇനി വേറൊരു ബയാസില്ലേ, നമ്മുടെ വിജയങ്ങൾക്കെല്ലാം കാരണം നമ്മളാണെന്നും തോൽവികൾക്കോ അത് മറ്റുള്ളവരുടെയോ സാഹചര്യത്തിന്റെയോ കുഴപ്പമാണെന്നും കരുതുന്ന ഒരു രീതി. അത് സ്വാർത്ഥപരമായ പക്ഷപാതം, സെൽഫ് സെർവിംഗ് ബയാസ്. അതെ. എക്സാം ജയിച്ചാൽ ഞാൻ മിടുക്കനായതുകൊണ്ട്, തോറ്റാലോ ടീച്ചർ പഠിപ്പിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ ചോദ്യം ഭയങ്കര ടഫായിരുന്നു. കൃത്യം. ക്രിക്കറ്റ് മാച്ച് ജയിച്ചാൽ ടീമിന്റെ കഴിവ്, തോറ്റാൽ പിച്ചു മോശം, അല്ലെങ്കിൽ അമ്പയർ ജയിച്ചു. ഇത് നമ്മുടെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ളൊരു വഴിയാണ്. നമ്മൾ കഴിവുള്ളവരാണെന്നും നല്ലവരാണെന്നും ചിന്തിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് എപ്പോഴും ഒരു മോശം കാര്യമല്ല അല്ലേ? ഒരു പരിധിവരെ ഇത് മെന്റൽ ഹെൽത്തിന് നല്ലതാണ്. കുറച്ച് ശുഭാപ്തി വിശ്വാസമൊക്കെ നിലനിർത്താൻ സഹായിക്കും. പക്ഷെ ഇത് കൂടിയാലോ? സ്വന്തം തെറ്റിൽ നിന്ന് പഠിക്കാതെ വരും, മറ്റുള്ളവരുമായി പ്രശ്നങ്ങളുണ്ടാവാം. ഓക്കെ, ഈ ബയസുകളുടെ കൂട്ടത്തില് വേറൊന്നും കൂടിയില്ലേ? ഈ ലോകം ഭയങ്കര ഫെയറാണ്, നീതിയുള്ള ഒരിടമാണ്, ആളുകൾക്ക് അവരവർ അർഹിക്കുന്നത് കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ട്. മെൽവിൻ ലേണർ പറഞ്ഞ നീതിയുക്ത ലോകം എന്ന വിശ്വാസം, ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തീസിസ്. ജസ്റ്റ് വേൾഡ്. ലോകം പ്രഡിക്റ്റബിളാണ്, കൺട്രോളബിളാണ് എന്നൊക്കെ ഒരു തോന്നൽ തരാൻ ഇത് നല്ലതാണ്. ഒരു സുരക്ഷിതത്വം തോന്നും. പക്ഷേ ഇതിനൊരു ഡാർക്ക് സൈഡുണ്ട്. അതെന്താണ്? ഒരാൾക്കൊരു ദുരന്തം പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇത് വന്നത് എന്ന് ചിന്തിക്കാനുള്ളൊരു പ്രവണത വരും. അവൻ മടിയനായതുകൊണ്ടാണ് പാവപ്പെട്ടവനായത്, അല്ലെങ്കിൽ അവൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അപകടം പറ്റിയത്. ഇത് ഇരയെ കുറ്റപ്പെടുത്തുന്നതിലേക്ക്, വിക്ടിം ബ്ലെയിമിംഗ് നയിക്കാം. കാരണം ലോകം നീതിയുക്തമാണെങ്കിൽ കഷ്ടപ്പാടനുഭവിക്കുന്നവൻ അതിനർഹനാണ് എന്നൊരു ലോജിക് വരും മനസ്സിൽ. ഇത് ശരിക്കും പേടിപ്പിക്കുന്നൊരു ചിന്തയാണ്. നമ്മുടെ ഒരു നീതിബോധം മറ്റുള്ളവരോട് സിമ്പതിയില്ലാതെ പെരുമാറാൻ കാരണമാവുന്നു. അതെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മളിപ്പോൾ കൂടുതലും സംസാരിച്ചത് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ കാണുന്നു, അതിലെ പിശകുകൾ എന്നൊക്കെയാണ്. ഇനി നമ്മളിലേക്ക് തന്നെ വരാം. നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ മനസ്സിലാക്കുന്നു? നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, കഴിവുകൾ, ഇതൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നല്ല ചോദ്യം. അവിടെ ഡാരിൽ ബെമ്മിന്റെ ഒരു തിയറിയുണ്ട്. സ്വയം ഗ്രഹണ സിദ്ധാന്തം, അഥവാ
സെൽഫ് പെർസെപ്ഷൻ തിയറി. സെൽഫ് പെർസെപ്ഷൻ. അതെ, ഈ തിയറി പറയുന്നത് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ മനോഭാവം, വികാരം നമുക്ക് വലിയ ഉറപ്പില്ലാത്തപ്പോൾ, അല്ലെങ്കിൽ അതത്ര സ്ട്രോങ് അല്ലാത്തപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം പെരുമാറ്റത്തെ നോക്കിയിട്ടാണ് ഒരു നിഗമനത്തിലെത്തുന്നത്. ഒരു ഉദാഹരണം പറയാമോ? എനിക്ക് ഒരു പ്രത്യേകതരം സിനിമ ഇഷ്ടമാണോ എന്നെനിക്ക് ഉറപ്പില്ല. അപ്പൊ ഞാൻ എങ്ങനെ അറിയും? ബെമ്മിന്റെ തിയറി അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റം നോക്കും. ഞാൻ എപ്പോഴും ഈ ടൈപ്പ് സിനിമ കാണുന്നുണ്ടല്ലോ, ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ ഈ ജോണർ സിനിമയ്ക്ക് പോകാൻ താൽപ്പര്യം കാണിക്കുന്നുണ്ടല്ലോ, പുറമേ നിന്ന് വലിയ പ്രഷറോ, ഉദാഹരണം കൂടെയുള്ളവർ നിർബന്ധിച്ചിട്ടോ സമ്മാനമോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, എന്റെ ഈ പെരുമാറ്റം കാണിക്കുന്നത് എനിക്ക് ഈ ടൈപ്പ് സിനിമ ഇഷ്ടമാണെന്നാണ്. അതായത് നമ്മുടെ പ്രവൃത്തി നോക്കി നമ്മൾ നമ്മുടെ ഇഷ്ടം മനസ്സിലാക്കുന്നു. അതെ, നമ്മുടെ പെരുമാറ്റം നമുക്ക് തന്നെ ഒരു സൂചന തരുന്നു. നമ്മൾ പെരുമാറ്റം വെച്ച് ആറ്റിറ്റ്യൂഡ് മാറ്റുന്നുണ്ടല്ലോ. ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഡിസോണൻസിൽ നമ്മുടെ ഒരു ഉറച്ച വിശ്വാസത്തിന് എതിരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു മാനസിക പിരിമുറുക്കം, ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാകുന്നുണ്ട്. ആ പിരിമുറുക്കം കുറയ്ക്കാനാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നത്. ഓക്കെ. പക്ഷേ സെൽഫ് പെർസെപ്ഷനിൽ അങ്ങനൊരു ടെൻഷന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെക്കുറിച്ച് വലിയ ഉറപ്പില്ല. നമ്മൾ നമ്മുടെ പെരുമാറ്റം ശാന്തമായി നോക്കി, ഓ ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഇതായിരിക്കും എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കുന്നു. ഡിസോണൻസ് കൂടുതലും ആറ്റിറ്റ്യൂഡ് മാറ്റത്തെക്കുറിച്ചാണ്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. സെൽഫ് പെർസെപ്ഷൻ ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത ആറ്റിറ്റ്യൂഡ് തിരിച്ചറിയുന്നതിനെക്കുറിച്ചോ ആണ് കൂടുതൽ പറയുന്നത്. ശരി, മനസ്സിലായി. അപ്പോ നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ സ്വന്തം പെരുമാറ്റം നോക്കും. വേറെ വഴി വല്ലതുമുണ്ടോ? മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യാറുണ്ടോ? തീർച്ചയായും. അതും ഫെസ്റ്റിംഗറുടെ തന്നെ മറ്റൊരു തിയറിയാണ്, സോഷ്യൽ കമ്പാരിസൺ തിയറി, സാമൂഹിക താരതമ്യ സിദ്ധാന്തം. സോഷ്യൽ കമ്പാരിസൺ. അതെ, നമുക്ക് നമ്മുടെ കഴിവിനെക്കുറിച്ചോ അഭിപ്രായത്തെക്കുറിച്ചോ അളക്കാൻ കൃത്യമായൊരു ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ സ്കില്ല് പഠിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം നന്നായി ചെയ്യുന്നു എന്നറിയാൻ എന്തു ചെയ്യും? നിങ്ങളെപ്പോലെ അത് പഠിക്കുന്ന മറ്റൊരാളുമായി സ്വയം താരതമ്യം ചെയ്യും. അവനേക്കാൾ ഞാൻ നന്നായി ചെയ്യുന്നോ അതോ മോശമാണോ? ശരിയാണ്. അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നമ്മുടെ അഭിപ്രായം ശരിയാണോ എന്നറിയാൻ മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നോക്കൂ. അതെ, അപ്പോൾ നമ്മുടെ കഴിവുകളും അഭിപ്രായങ്ങളുമൊക്കെ നമ്മൾ പലപ്പോഴും ഈ സാമൂഹിക താരതമ്യത്തിലൂടെയാണ് വിലയിരുത്തുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തെയും അതിലെ ആളുകളെയും നമ്മളെ തന്നെയും മനസ്സിലാക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യകാരണ വിശകലനം, അതായത് ആട്രിബ്യൂഷൻ, നമ്മുടെ എല്ലാ സാമൂഹിക ഇടപെടലുകളുടെയും ഒരു അടിത്തറയാണെന്ന് പറയാം. പക്ഷെ നമ്മൾ കണ്ടതുപോലെ ഈ പ്രോസസ്സ് എപ്പോഴും അത്ര കൃത്യമോ ലോജിക്കലോ അല്ല. ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ, സെൽഫ് സെർവിംഗ് ബയസ്, ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസ്, അങ്ങനെ ഒരുപാട് ബയസുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളെ മനസ്സിലാക്കാൻ പോലും നമ്മുടെ പെരുമാറ്റത്തെയോ സോഷ്യൽ കമ്പാരിസനെയോ ഒക്കെ ആശ്രയിക്കുന്നു. അപ്പോ ഈ ആട്രിബ്യൂഷൻ രീതികളെക്കുറിച്ചും അതിലെ തെറ്റുകളെക്കുറിച്ചുമൊക്കെ ഒരു ബോധ്യമുണ്ടാവുന്നത് നല്ലതാണല്ലേ? ഒരുപക്ഷെ മറ്റൊരാളെ പെട്ടെന്ന് വിലയിരുത്തുന്നതിനു മുൻപ് ഒരു നിമിഷം ചിന്തിക്കാനും നമ്മുടെ സ്വന്തം കാര്യങ്ങളെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കാണാനും ഇത് സഹായിക്കും. തീർച്ചയായും. നമ്മൾ എങ്ങനെയാണ് സാധാരണ കാരണങ്ങൾ കണ്ടെത്തുന്നത് എന്ന് സ്വയം ഒന്ന് നിരീക്ഷിക്കുന്നത് പോലും വളരെ ഉപകാരപ്രദമാവും. നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും നിങ്ങൾ സാധാരണ എന്തു കാരണങ്ങളാണ് നൽകാറ്? അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാം. നമ്മൾ ഈ പറഞ്ഞ ആട്രിബ്യൂഷനുകൾ, അതായത് കാരണങ്ങൾ കണ്ടെത്തലുകൾ, വെറും ചിന്തകൾ മാത്രമല്ല. അവ നമ്മുടെ ഫീലിംഗ്സിനെയും മോട്ടിവേഷനെയും പെരുമാറ്റത്തെയും അങ്ങനെ നമ്മുടെ റിയാലിറ്റിയെ തന്നെയും മാറ്റുന്നുണ്ട്. പരാജയത്തിന്റെ കാരണം സ്ഥിരവും നിയന്ത്രിക്കാൻ പറ്റാത്തതുമാണെന്ന് കരുതിയാൽ നമ്മൾ ശ്രമം നിർത്തിയേക്കാം. അത് മാറ്റാൻ പറ്റുന്ന ഒന്നാണെന്ന് കരുതിയാൽ നമ്മൾ വീണ്ടും ശ്രമിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ചിന്തകളിലെ ബയസ്സുകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരായാൽ അത് നമ്മൾ ലോകത്തെ കാണുന്ന രീതിയെയും മറ്റുള്ളവരുമായി ഇടപെടുന്ന രീതിയെയും ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെയും തിരഞ്ഞെടുപ്പുകളെയും വരെ എത്രത്തോളം പോസിറ്റീവായി മാറ്റാൻ സഹായിക്കും. ഇതൊരു തുടർചിന്തയ്ക്ക് വിടുകയാണ്.